ഹലോ ഫ്രണ്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി എറണാകുളം പാലക്കാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 40 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് എറണാകുളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ. വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും ഐ എൻ ജി ആയിരിക്കും വരുന്നത്, ING ഫോം ആയിരിക്കും വരുന്നത്. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വിഷ് ഇറ്റ് വാസ് ഇൻ റെയിനിങ് മീൻസ്. ഐ വിഷ് ഇറ്റ് വാസ് ഇൻ റെയിനിങ് മീൻസ്. ഫസ്റ്റ് ഇസ് ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് ഇൻ റെയിനിങ്, ഇറ്റ് വിൽ റെയിൻ, ഇറ്റ് വാസ് ഇൻ റെയിനിങ്. I wish it was in raining means it is raining. Option A is the answer. Next is he did not eat the cake. She did not eat it dash. Neither, either or nor. Either ആയിരിക്കും ആൻസർ. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ either ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the market is at the dash end of the city. Farthest end of the city. ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് ഫാർദസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഇവിടെ സൂപ്പർലേറ്റീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ ബോയ് ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് വെൻ ഡാഷ്. ഐ കോൾഡ് ഹിം, ഐ ഹാഡ് കോൾഡ് ഹിം, ഐ ഹാവ് കോൾഡ് ഹിം, ഐ കോൾ ഹിം. ഐ കോൾഡ് ഹിം എന്നാണ് വരുന്നത്. പാസ്റ്റിലുള്ള 2 സെൻറ്റൻസ് പറയുമ്പോഴത്തേക്ക് ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും ആണ് പറയേണ്ടത്. സോ ഐ കോൾഡ് ഹിം. നെക്സ്റ്റ് ഇസ് ഷീ ലിവ്സ് ഇൻ മുംബൈ. ഇവിടെ ടാഗ് ആണ്. ഷീ ലിവ്സ് ഇൻ മുംബൈ. ലിവ്സ് വന്നതുകൊണ്ട് ഡസ് ഇൻ ഷീ. ടാഗ് നെഗറ്റീവ് ആയിരിക്കും. യു ക്യാൻ ടെലിഫോൺ മീ ദാഷ് യു ലൈക്ക്. യു ക്യാൻ ടെലിഫോൺ മീ എപ്പോൾ വേണമെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ വെനെവർ ആണ് ആൻസർ. യു ക്യാൻ ടെലിഫോൺ മീ വെനെവർ യു ലൈക്ക്. ഇഫ് മൈ ഫാദർ വെയർ ദെയർ ഡാഷ്. He has helped you, he will help you, he would help you, he would have helped you. ഇവിടെ ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് പ്ലസ് V1 ആയിരിക്കും വരുന്നത്. സോ സി ഈസ് ദ ആൻസർ. ഹി വുഡ് ഹെൽപ്പ് യു. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഡാഷ് ഇമോഷൻ. സെപ്പറേറ്റിൻ്റെ കൂടെ വരുന്നത് എപ്പോഴും ഫ്രം ആയിരിക്കും. സെപ്പറേറ്റ് ഫ്രം. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഫ്രം ഇമോഷൻ. Next is I appreciate her dash in her studies. I appreciate her regularity, regularize. Her regularity in her studies. Noun മുന്നേ നമ്മൾ adjective ആണ് യൂസ് ചെയ്യുന്നത്. The opposite of extravagance is. Extravagance എന്ന് വെച്ചാൽ മീനിങ് ധാരാളിത്തം എന്നുള്ള രീതിയിലാണ്. സോ miserliness ആയിരിക്കും ആൻസർ. Next is all that dash is not gold. Proverb ആണ് തന്നിരിക്കുന്നത്. All that glitters is not gold. Next is many people dash the poor. Look ahead to, look forward to, look on to, look down to. ഒരു പാവപ്പെട്ടവരെ പുച്ഛത്തോടെ നോക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ look down to എന്നാണ് യൂസ് ചെയ്യേണ്ടത്. Many people look down to the poor. The announcement of the results dash awaited. The announcement of the results dash awaited. ഇവിടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. The announcement of the results is awaited. റിസൾട്ട്സ് അല്ല, ഇവിടെ the announcement എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. He works 8 hours dash day. He works 8 hours a day ആണ്. He works 8 hours a day. Indefinite article A ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. Nothing dash disturbs his sleep. Nothing dash disturbs his sleep. Never, every time, sometimes, ever. Nothing ever disturbs his sleep. Meaning ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ever യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash ഈസ് എ സിനോണിം ഓഫ് hostile. ഹോസ്റ്റൈലിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോസ്റ്റൈലിന്റെ സിനോണിം unfriendly എന്നാണ്. Next is one who knows everything. One who knows everything is omniscient. Find the correct spelling. Correct spelling is bureaucracy. BUREAUCRACY.
bureaucracy. bureaucracy. Next question, the older he got dash he become. The older he got, the happier he become. Comparative degree ആണ്. അടുത്ത പാലക്കാട് പേപ്പർ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഫ്രം ഇമോഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, സെപ്പറേറ്റ് ഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the corporation is spending a lot of money to dash the city. The corporation is spending a lot of money to beautify the city. Next question, would you mind dash me a pen? Would you mind lending me a pen? Would you mind ശേഷം എപ്പോഴും ing ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. would you mind lending me a pen? Neither the girl nor her brother dash passed. Neither the girl nor her brother has passed. ഇവിടെ സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. നെയ്തർ ഓർ either ഓർ വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള ഓക്സിലറി വെർബ് ആയിരിക്കും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് is you are sometimes unwise means you are not always wise, you are always wise, you are always unwise, you are a fool. You are sometimes unwise means you are not always wise. A synonym of barren is, barren എന്നുള്ള വേർഡിന്റെ synonym sterile ആണ്. Barren, sterile. Next is dash they may say most countries normally do not like to change. Whatever they may say, most countries normally do not like to change. Whatever, D an answer. Next is, it is 2 months dash I went to the doctor. It is 2 months since I went to the doctor. Next question, dash you invite him, he will not come. Even if you invite him, നീ വിളിച്ചാൽ പോലും, even if you invite him, he will not come. അങ്ങനെയുള്ള അർത്ഥത്തിൽ ഈവൻ ഇഫ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഐ കാൺ ഡാഷ് യുവർ റൂഡ്നെസ് എനിമോർ. ഐ കാൺ ഡാഷ് യുവർ റൂഡ്നെസ് എനിമോർ. പുട്ട് ഡൗൺ, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഔട്ട്, പുട്ട് ഓഫ്. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ് എന്നുള്ള അർത്ഥമാണ്. ഐ കാൺ ടോളറേറ്റ് യുവർ റൂഡ്നെസ് എനിമോർ, ദാറ്റ് ഈസ് പുട്ട് അപ്പ് വിത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു ഈസ് എ വെറ്ററാൻ ഇൻ ദിസ് ഫീൽഡ് ബട്ട് ഹിസ് ബ്രദർ ഈസ് ഓൺലി എ. വെറ്ററാൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വരേണ്ടത്. നോവൈസ് ആണ് ആൻസർ, തുടക്കക്കാരൻ എന്നുള്ള മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ ഈസ്. ആൻസർ ഇസ് പാൻഡമോണിയം. വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ ഈസ് പാൻഡമോണിയം. വൺ വേർഡ് ആണ് അതിൻ്റെ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് അടുത്തത്. ബൂർഷ്വ, ബൂർഷ്വ, ബൂർഷ്വ. ബൂർഷ്വയുടെ സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ് BOURGEOIS. BOURGEOIS. Option D is the correct answer. Next question, the pen is dash than the sword. Proverb ആണ് അതും. The pen is mightier than the sword. അങ്ങനെയാണ് പറയുക. The pen is mightier than the sword. She is dash always going to meetings and organizing parties. She is as busy as a bee. ഇതിന് മീനിങ് എനർജറ്റിക്, എന്തൂസിയാസ്റ്റിക് അങ്ങനെയുള്ള മീനിങ് ആണ്. ഓൾവേസ് ഗോയിങ് ടു മീറ്റിംഗ്സ് ആൻഡ് ഓർഗനൈസിങ് പാർട്ടീസ്. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആസ് ബിസി ആസ് എ ബി എന്നാണ് യൂസേജ്. ലാസ്റ്റ് ഇയർ ഹി ഡാഷ് ദ SSLC എക്സാമിനേഷൻ വിത്ത് ഡിസ്റ്റിങ്ഷൻ. ലാസ്റ്റ് ഇയർ he passed the SSLC examination with distinction. Option A an answer. Next is nothing will happen. Nothing will happen. Question tag ആണ്. Will it ആണ് ആൻസർ. will ആണ് ഇവിടെ auxiliary verb. പിന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കും. will it. The man dash writes the book is a friend of mine. The man dash writes the book is a friend of mine.
ഇവിടെ which, that, whose, who. Answer is D. The man who writes the book is a friend of mine. Next question, Mount Everest is dash peak in the world. ഇവിടെ superlative degree ആണ് യൂസ് ചെയ്യേണ്ടത്. The Mount Everest is the highest peak in the world. The highest എന്നായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. The Mount Everest is the highest peak in the world. Next is how would buy a car. Sorry. He would buy a car. He would buy a car if he had the money, if he has the money, if he have the money, if he had the money. He would buy a car if he had the money. If he had the money. Answer D ആണ്. If clauseൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് simple past ആണ്. അതുകൊണ്ട് മെയിൻ ക്ലോസിൽ he would buy a car അങ്ങനെ വന്നിരിക്കുന്നു. Thank you.